അപ്പോൾ ഏകദേശം നമ്മുടെ ചെമ്മീനായിട്ട് ആ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഞങ്ങളുടേതായ സ്പെഷ്യലായ ഒരു മസാല, സീക്രട്ടാണ്. എന്തായാലും അത് പ്രഷർ കുമ്പ് ഞങ്ങൾ കാഴ്ചവെക്കുകയാണ്. അതിൽ വേണ്ട നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് ആ മസാല. ഇതൊരു ഗ്രേവി രീതിയിൽ നമ്മളാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇത് എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? തീർച്ചയായിട്ടും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് തേങ്ങ പേസ്റ്റ്. തേങ്ങ വറുത്താണോ അല്ലാണ്ട്? ഇല്ല, പച്ചത്തേങ്ങ നന്നായി പേസ്റ്റ് ചെയ്തത്, ചുവന്നുള്ളി, കാശ്മീരി ചില്ലി, ഇത്തരം സാധനങ്ങൾ നമ്മൾ നന്നായിട്ട് അരച്ചിട്ടിട്ട് അത് കോക്കനട്ട് ഓയിലിനകത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കും. വെളിച്ചെണ്ണയ്ക്കകത്ത് സോട്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രിപ്പറേഷനാണ്. ഇതുകൂടി ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിലൊരു മാറ്റം, വേറെ ഫ്ലേവർ തന്നെ മാറും. ഇത് ഞങ്ങളുടെ മാത്രം ഒരു സ്പെഷ്യാലിറ്റി ആയിരിക്കും. ഏകദേശം നമ്മുടെ ഇലച്ചെമ്മിൻ്റെ ഒരു 90% കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് നല്ല വാട്ടിയെടുത്ത വാഴയിലേക്ക് മാറ്റാം. ഇനി ഇത് വാഴയിലിട്ട് ഒന്നും കൂടി, അതാണ് നേരത്തെ പറഞ്ഞ സെക്കൻഡ്. ഇത് നമ്മൾ വാഴയിലിട്ട് ഒന്നുകൂടി ഇട്ടിട്ട് പൊള്ളിച്ചെടുക്കണം. അപ്പം മീൻ പൊള്ളിച്ച് കൂടി തരും. അപ്പോൾ ഒരു പ്ലേറ്റിൽ വാഴയില, അതായത് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ മീൻസ് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വാഴയില കൊണ്ട് എൻ്റെ കൈ തന്നിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ചെമ്മീൻ പറത്താൻ പോകും. തണ്ടോടുള്ള കറിവേപ്പില. അല്ല, എന്തിനാണ് നമ്മളെപ്പോഴും ഇങ്ങനെ കറിവേപ്പില കുറേ യൂസ് ചെയ്യുന്നുണ്ടല്ലോ? കറിവേപ്പില ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കറിവേപ്പില കേരളത്തിൻ്റെ തനതായ ഒരു ഇലയാണ്. സൗത്ത് ഇന്ത്യൻ ഡിഷസിൽ മിക്കവാറും കറിവേപ്പില കുറേ യൂസ് ചെയ്യും. അപ്പോൾ അത് പുതിയ നന്നായിട്ട് റാപ്പ് ചെയ്ത് പാൻ ചൂടാക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ ലേശം അടിപിടിക്കാതിരിക്കാൻ അതല്ലെങ്കിൽ നമ്മൾ ഇത്തിരി വഴുവഴുപ്പുള്ളപ്പോഴല്ല പിടിക്കാണ്ട് ഇങ്ങനെ കിട്ടുള്ളൂ. ഏകദേശം നമുക്ക് പാൻ അങ്ങനെ ചൂടായിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് കമത്തിങ് വെച്ചാൽ മതി. ഞാൻ ഉദ്ദേശം ഇങ്ങനെ മറിച്ചിടാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കാം. ഈ ഇല ശരിക്കും ഒന്ന് നമുക്ക് കിട്ടാനായിട്ട് ജസ്റ്റ് വാട്ടിക്കണം വേണ്ടി, അല്ലെങ്കിൽ ലൈറ്റായിട്ട് ഒന്ന് പോർ ചെയ്ത് കൊടുക്കുക. ഒന്ന് വെള്ളം തളിച്ച് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കുക. എന്തിനാ അത്? ആ വെള്ളം കഴിക്കുമ്പോൾ അത് വാടിൽ കുറച്ചുകൂടെ അതിൻ്റെയും ഫ്ലേവർ കിട്ടാനില്ല. അപ്പോൾ ശരിക്കും വാഴയില ഓൾറെഡി നമുക്കറിയാലേ, പൊതിച്ചോറിലും എല്ലാത്തിലും വാഴയില അത് ആ ചൂട് തങ്ങിക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. ഇതാണ് ഞങ്ങളുടെ പേളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഡിഷ്. ഓക്കെ, ഇലച്ചെമ്മീൻ. അപ്പോൾ ഇത് എത്ര നേരം ഇനി നമ്മളിങ്ങനെ വെക്കണം? ഇതൊരു 3-4 മിനിറ്റ്സ് മാക്സിമം. കാരണം ആക്ച്വലി ഇത് കുക്കായ സംഭവമാണ്. ഇലയൊന്നും വാടി കിട്ടേണ്ട ആ ഒരു ഫ്ലേവർ വേണ്ടിയിട്ടാണല്ലേ. ഒരു 3 to 4 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് വെച്ച് ഒന്ന് ഇത് എന്താ പൊള്ളിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഇലച്ചെമ്മീൻ റെഡി ആയിരിക്കുകയാണ്. മാറ്റിയാലോ നമുക്ക്? പിന്നെ തീർച്ചയായും മാറ്റിയേക്കാം. നമുക്ക് സെറ്റ് വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. ഇലച്ചെമ്മീൻ, ഇതാണ് ഇലച്ചെമ്മീൻ. നമ്മൾ ഇനി അടുത്തുണ്ടാക്കാൻ പോകുന്നതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് കുത്തു പൊറോട്ടയും ഇലച്ചെമ്മീൻ. നൈസ്. അപ്പോൾ നമുക്ക് കുത്തു പൊറോട്ട ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഇലച്ചെമ്മീൻ ദോ അവിടെ ഇരിപ്പുണ്ട്. അടുത്ത നമ്മൾ കുത്തു പൊറോട്ട ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനെയാണ് ഷെഫേ? ഇതിൽ വരുന്ന മെയിൻ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ പൊറോട്ട, ചിക്കൻ. ഇതാണ് നമ്മൾ കുത്തു പൊറോട്ടയ്ക്ക് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? തീർച്ചയായും. ഓക്കെ, നമുക്ക് ആദ്യം ചിക്കൻ ബോൺലെസ് ചെയ്ത ചിക്കൻ സ്ലൈസ് നീളത്തിൽ സ്ലൈസ് ചെയ്യണം. ഇനി ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, ക്രഷ്ഡ് പെപ്പർ, സാൾട്ട്, ജിഞ്ചർ പേസ്റ്റ്. നമ്മൾ ചിക്കൻ എടുത്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. മുളക് പൊടി എടുക്കുമോ? ഇതൊരു ലൈറ്റ് മാരിനേഷൻ മതി, ചെറുതായിട്ട് മതിയല്ല. ലിക്വിഡ് ടർമറിക്, മഞ്ഞൾപ്പൊടി ഇട്ടു, കുരുമുളക് പൊടി ചതച്ചതാണ്, കുരുമുളക് പൊടി, സാൾട്ട്, പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എപ്പോഴും നമ്മൾ എല്ലാത്തിനും നമ്മളിത് യൂസ് ചെയ്യുന്നതായിരിക്കും. ജിഞ്ചർ എപ്പോഴും ശരീരത്തിന് നല്ലൊരു. നമ്മൾ ലേശം വെള്ളം കൂടെ എടുത്ത് ഇനി മാരിനേറ്റ് ചെയ്യാം. കുഴയ്ക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഇട്ട് മാരിനേറ്റ് ചെയ്യാം. ഇനി ഇത് വറുക്കാനാണോ അത് നമ്മൾ വറുത്തെടുക്കുക? നമ്മളിത് അതുപോലെ തന്നെ ചെറുതായിട്ട് എണ്ണയിൽ ബോൺലെസ് ആയതുകൊണ്ടും അധികം സമയം വേണ്ട അതിന്. ബോണാകുമ്പോഴാണല്ലോ അതിൻ്റെ ഇതെല്ലാം കൂടി ഒന്ന് കുക്ക് ചെയ്യാൻ ശരിക്കും ടൈം എടുക്കും. ശരിക്കും ജസ്റ്റ് ഒന്ന് ചൂട് കയറിയാൽ മതി. ബോണൊന്നും ഇല്ലല്ലോ അതിനകത്ത്. ബോൺലെസ് ആയതുകൊണ്ടും പിന്നെ കൂടുതൽ മസാലയുടെ ആ ഒരു ഫ്ലേവർ വരണ്ടാന്ന് വെച്ചിട്ടല്ലേ. നമ്മൾ പിന്നെ പീസ് കട്ട് ചെയ്തിരിക്കുന്നത് വളരെ ചെറുതായിട്ടാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി പിടിക്കുക.
ഏകദേശം നമ്മുടെ മാരിനേഷൻ ചെയ്തു. മാരിനേഷനായ ചിക്കൻ, വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി വെച്ചത് നമ്മൾ, കുറച്ച് ജിഞ്ചർ, ഇഞ്ചി, കുറച്ച് ഇഞ്ചി ചോപ്ഡ് അല്ലേ, ചോപ്ഡ് ജിഞ്ചർ, ചോപ്ഡ് പച്ചമുളക്, ആവശ്യത്തിന് ചുവന്നുള്ളി. ടേസ്റ്റ് കൂടാൻ ശരിക്കും നന്നായിട്ട് ഗ്രേവിയും കൂടെ കിട്ടുന്നുള്ളൂ, തിക്കാവല്ലോ. ഇനി വറ്റൽമുളക്, കറിവേപ്പില, എല്ലാ പണി എന്നെ കൊണ്ട് ഇരിക്കുക, കണ്ടില്ലേ? ഇളക്കം വെച്ചിരുന്നു. ഓക്കെ, ഇതും ബ്രൗണിഷ്, ഇതും പച്ചപ്പൊക്കെ പോയി മാറി. അടുത്ത ഇത് ഇനിയും ബ്രൗൺ ആണോ? ലൈറ്റ് അല്പം മതി. ലൈറ്റ് നമുക്കിത് പെട്ടെന്ന് ബ്രൗൺ ആയി കിട്ടും. അതിന് ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും. ഓയിലിൻ്റെ കൺസപ്ഷൻ കൂടുതലായി, കൂടുതൽ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവും. പക്ഷേ കൺസപ്ഷൻ കൂടും, കൊളസ്ട്രോളും കൂടും, എല്ലാം കൂടും. ഏകദേശം ഒരു ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എന്താണ് ആഡ് ചെയ്യാൻ പോകുന്നത്? ഇനി ഇതിൽ നമുക്ക് മസാലയുടെ പച്ചമാണ് അതല്ലേ? ഇത്ര മതി. കുറച്ച് ലൈറ്റായിട്ട് ചേർത്താൽ മതി. ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി മറ്റുള്ളൂ. ഓക്കെ, ഇനി മല്ലിപ്പൊടി. ഇതല്ല മല്ലിപ്പൊടി, അതെ. മറ്റേ മസാലയുടെ ഇതിൻ്റെ കളറൊന്നും ചേർന്നേ. ഓക്കെ, മല്ലിപ്പൊടി. നമുക്ക് പെപ്പർ ചതച്ചിരിക്കണം, ക്രഷ്ഡ് പെപ്പർ കിട്ടും. മതി. ചോപ്ഡ് ടൊമാറ്റോ ഫുള്ളിടാം കേട്ടോ. ഓക്കെ, മസാലയൊക്കെ എങ്ങനെയുണ്ട്? മൂക്കിലിരിക്കുന്നുണ്ട്. കുറച്ച് ഉപ്പുപൊടി ഇട്ടോ. ഉപ്പുപൊടിയല്ല. ഓക്കെ, കുറച്ച് ഉപ്പുപൊടി ഇട്ടു. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചത് ഇതല്ലേ? അതെ. ഇത് അതോടെ നമ്മൾ പെരിഞ്ജീരകം പൊടിച്ചത് നമ്മൾ ചെറുജീരകം ഉപയോഗിച്ചാൽ ഉണ്ടോ? മറ്റേ ജീരകം അത് നോർത്ത് ഇന്ത്യൻ ഡിഷിൽ ഉപയോഗിക്കുന്നതാണ്. ജീര സൗത്ത് ഇന്ത്യൻ ഫുഡിൽ ഉപയോഗിക്കുന്നതാണ് സോമ്പ്, പെരിഞ്ജീരകം. കുറച്ചുകൂടെ ഗരം മസാല ഇത് ഇവിടെ പൊടിച്ചാണ്. അത് പൊടിച്ചതാണ്. അത് ഒരുപാട് വേണ്ട, കാരണം കുത്തൽ കൂടുതലായിരിക്കും. നമ്മൾ നല്ല കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല എല്ലാം സ്റ്റോട്ടായി. സ്മെല്ലെന്ന് പറഞ്ഞാൽ ശരിക്കും എന്തൊക്കെയോ ഒരു സംഭവമാണല്ലേ. ഈ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും സ്മെല്ലിൽ ഇങ്ങനെ കയറും. ഏകദേശം നമ്മുടെ മസാലയൊക്കെ സ്റ്റോട്ടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്റ്റോക്ക് വാട്ടർ ഒഴിക്കാം. കുറച്ച് ഒഴിക്കും. നമുക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുണ്ട്. അതുകൊണ്ട് ശരിക്കും ഗ്രേവി വേണം. എത്രയെങ്കിലും നേരം വെക്കണോ? ഇല്ല, നമുക്ക് മസാല ഓൾറെഡി നമ്മൾ സോട്ട് ചെയ്ത് കുക്കാക്കിയിട്ടുണ്ടല്ലോ. ഗ്രേവിയിൽ ഇങ്ങനെ മസാല മിക്സ് ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി ഇതിലേക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഉപ്പിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് എന്താണ് ചേർക്കേണ്ടത്? ഞങ്ങൾ എടുത്തിടാൻ വേണ്ടി നമുക്ക് ലാസ്റ്റ് ചേർക്കാൻ പോകുന്നത് നമ്മളിനി തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നമുക്ക് ഫൈനലി ഈ ഗ്രേവിയിലേക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് തേങ്ങാപ്പാൽ. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഈ ഗ്രേവിയിലോട്ട് നമ്മൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യും. ശരിക്കും തേങ്ങാപ്പാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? തേങ്ങാപ്പാൽ സൗത്ത് ഇന്ത്യൻ ഫുഡിലെല്ലാം തേങ്ങാപ്പാൽ മതി. സൗത്ത് ഇന്ത്യൻ ഫുഡിലെല്ലാം തേങ്ങാപ്പാൽ വരുമ്പോൾ നമ്മൾ മലയാളീസിന് തേങ്ങ ഇല്ലാണ്ട് ഒരു പരിപാടി ഇല്ലല്ലോ, പറ്റില്ല. അപ്പോൾ നമ്മളങ്ങനെ ആ ഗ്രേവി റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഗ്രേവി റെഡിയായി. ഇനി നമ്മൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ നമ്മൾ ആ ഗ്രേവി അങ്ങോട്ട് ഇത് മാറ്റി വെച്ചാൽ പാർത്തിയിട്ടുണ്ട്. പാത്രത്തിലോട്ട് പാർത്തി അങ്ങോട്ട് മാറ്റി വെച്ചേക്കാണ്. ഇനി അടുത്തായിട്ട് എന്താ ചെയ്യുന്നത്? അടുത്ത് നമുക്ക് ചിക്കൻ മസാല വെട്ടി ചെയ്യുന്ന ചിക്കൻ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ പാൻ ഏകദേശം നമുക്ക് ചൂടായിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. ചൂടായിട്ട് സെയിം ഇതന്നെയാണ്? ഇല്ല, നമുക്കിനിപ്പോൾ മസാല ആവശ്യമില്ല. ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ ചിക്കൻ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ചിക്കൻ ഇട്ട് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. ഇത് ജസ്റ്റ് ശരിക്കും ഫ്രൈ ആണോ? അത് ഫ്രൈ ആണ്. പക്ഷേ ഇതും നമ്മൾ പറഞ്ഞാൽ ബോൺലെസ് ആയതുകൊണ്ട് അധികം ടൈം വേണ്ട. കണ്ടേ മസാലയൊന്നും അതിന് പച്ചപ്പ് മാറി കിട്ടേണ്ട ആവശ്യം. തെറിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ തെറിക്കുന്നുണ്ട്. ചിക്കൻ ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ റെഡിയായിട്ടുണ്ട്. നമ്മൾ എൻ്റെ കലാശക്കൊട്ടിലേക്ക് കിടക്കുക. ഫിനിഷ് പൊറോട്ട, എൻ്റെ സ്വന്തം പൊറോട്ട. ഇനി ചെയ്യേണ്ട പരിപാടി നമ്മുടെ ഐറ്റം നല്ല കൊത്തു പൊറോട്ടയാണല്ലോ. അപ്പോൾ പൊറോട്ടയ്ക്ക് ഒരുപാട് സാധനം ഉണ്ടല്ലോ. ഇതിപ്പോൾ ചിക്കൻ റെഡിയായി. ഇനി നമ്മൾ ഇതിൻ്റെ ഗ്രേവി അടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഗ്രേവി ഇതിലേക്ക് ആഡ് ചെയ്യണമല്ലേ? അപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കനിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഗ്രേവി ആഡ് ചെയ്യാം. മൊത്തമായിട്ട് ആഡ് ചെയ്യാം.
ഗ്രേവി ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പൊറോട്ട എത്തി. ഇത് പൊറോട്ട നമുക്ക് പിച്ച് കീറി ഇപ്പോഴാണോ ശരിക്കും പിച്ച് കീറി. ഇത് എന്തിനാ മിക്ക ഇതൊക്കെ നമ്മളിത് ഡാൽഡയാണ് ഉപയോഗിച്ചത്. ഡാൽഡ നല്ല സോഫ്റ്റ് ഇത് എത്ര ജസ്റ്റ് സോട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ആ ഗ്രേവി ഒന്ന് മിക്സ് ആയാൽ മതി ഇതിലേക്ക്. കാരണം എല്ലാം കുക്കാണ് ഇപ്പോൾ. അല്ലെങ്കിൽ പിടിക്കാൻ ബാക്കി നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് കഴിഞ്ഞാണ്. എല്ലാം പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് പൊറോട്ടയിലേക്ക് പിടിക്കുക. സാധനം ഇപ്പം റെഡിയായി കിട്ടും. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഫിനിഷ് ആയിരിക്കും. നമ്മുടെ കുത്തു പൊറോട്ടയും റെഡി ആയിക്കുക. അപ്പം ഇനി എന്തായാലും നമുക്ക് കഴിക്കണ അങ്ങോട്ടേക്ക് പോവാം. തീർച്ചയായും പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ കുത്തുപൊറോട്ടയും റെഡി ആയിരിക്കുകയാണ്. കുത്തുപൊറോട്ടയും ഇലച്ചമീനും. ഇനി എന്തായാലും നമുക്ക് കഴിക്കണ ആ ഒരു ഭാഗത്തോട്ട് നീങ്ങാം. അവിടെ നല്ല സ്റ്റൂള്, അതായത് നമ്മുടെ സാധാ എന്താ പറയുക പെട്ടിക്കടയിലൊക്കെ ഇട്ടാണ് സ്റ്റൂളും ബെഞ്ചൊക്കെ എടുത്തിട്ടുണ്ട്. സ്റ്റൂളല്ല, ബെഞ്ചും ഡെസ്കും അതൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ പുറത്ത് തന്നെ ഇരുന്ന് കഴിക്കാം. ഷെഫേ, ഞാൻ ഇതൊക്കെ എടുക്കാണ്. ഇപ്പോൾ എൻ്റെ പേൾ കോണ്ടിനെൻ്റിൽ അവിടെ റെസ്റ്റോറൻറ്റിൽ ഡെസ്കും ബെഞ്ചിലിരുന്ന് സിംപ്ലി നാടൻ ഫുഡ് ഉണ്ടാക്കിയത് 2 ഡിഷ് അവിടെ ഇരിക്കുന്നു. ഇതൊന്ന് ഞാൻ കഴിച്ചു നോക്കാൻ പോകാം. അപ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം അല്ലേ. ആ ഒരു ചെറിയ എന്താ നമ്മുടെ സവോള ഇട്ടില്ലേ, അതിൻ്റെ ചെറിയൊരു സ്വീറ്റനിങ്ങും നമ്മുടെ ക്രഷ്ഡ് ചില്ലിയുടെയും പെപ്പറിൻ്റെ ഒക്കെ എരിവ് ശരിക്കും കിട്ടുന്നുണ്ട്. ഞാൻ അടുത്ത് നോക്കണേ നമ്മുടെ കുത്തുപൊറോട്ട ഓൾറെഡി ഞാൻ ടേസ്റ്റ് ചെയ്ത്, എന്നാലും എനിക്കിത് കഴിക്കണം. കാണുമ്പോൾ നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിക്കുന്നത് അതൊരു വേറെ രീതിയാണ്. പക്ഷേ ഇത് രണ്ടും കൂടി മിക്സ് ആയ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. എന്തായാലും നമ്മുടെ ഈ നാടൻ ഫുഡ് ഫെസ്റ്റിവൽ, സിംപ്ലി നാടൻ ഫുഡ് ഫെസ്റ്റിവൽ ഇവിടെ ഒരു 2 ആഴ്ച കൂടി ഉണ്ടാവും. നിങ്ങൾ ഇവിടെ ഒരു കഴിക്കുക, നല്ല നാടൻ ഫുഡ് കിട്ടും. പിന്നെ ഇപ്പോൾ ഈ 2 ആഴ്ച കഴിഞ്ഞെന്ന് വെച്ചാലും കുഴപ്പമില്ല, നമ്മുടെ ഷെഫിൻ്റെ അടുത്ത് പറഞ്ഞാൽ നല്ല ഫുഡ് ഉണ്ടായി തരും. അപ്പോൾ കിടക്കാതെ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. സിംപ്ലി നാടൻ. ബൈ.